ദൈവത്തെ കാത്തിരിക്കുന്ന ഒരൊറ്റ വ്യക്തികളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യരും പരാജയപ്പെടുകയില്ല. കാത്തിരിപ്പ് അത്ര നല്ലൊരു കാര്യമല്ല. ഈ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഒരു മുഷിച്ചിലുണ്ടാക്കുന്ന സത്യമാണ്. ഒരാളെ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഒരു വിഷയത്തിൻ്റെ മറുപടിക്കായി വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഒരാളുടെ മാനസാന്തരത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഒരാളുടെ സൗഖ്യത്തിനായി നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു. കാത്തിരിപ്പുകൾ എപ്പോഴും മുഷിച്ചിലുകളും മുഷിപ്പും ഉണ്ടാക്കുന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബം വരുമെന്ന് അറിയിച്ചിരുന്നു. അവർ നിങ്ങളോട് കൂടെ ആയിരിക്കും ലഞ്ച് കഴിക്കുന്നത്, ഉച്ചഭക്ഷണം കഴിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ 1 മണിക്ക് അവർ എത്തിയില്ല, 2 മണിയായിട്ടും അവർ വന്നില്ല, 3 മണിയായിട്ടും എത്തിയില്ല, 4 മണിയായിട്ടും എത്തിയില്ല. നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ, ആ കുടുംബത്തെ നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മടുപ്പ് വരും. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ അകത്തൊരു വല്ലാത്ത ആശങ്കയുണ്ടായി. നിങ്ങൾ ഫോൺ എടുത്ത് പലതവണ അവരെ വിളിച്ചിരുന്നു. എവിടെയായി, എപ്പോൾ എത്തും, എത്താറായോ? അവർ പറഞ്ഞു ട്രാഫിക്കിലാണ്, ഇച്ചിരൂടെ വൈകും. അത് ഒരു 3-4 മണിക്കൂറത്തെ കാത്തിരിപ്പേ ഉള്ളെങ്കിൽ പോലും ആ കാത്തിരിപ്പ് നിങ്ങളെ മുഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ 17 വർഷം, 12 വർഷം, 15 വർഷം, 14 വർഷമൊക്കെ ചില വിടുതലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ സന്ദേശം അവർക്കുള്ളതാണ്. ഇന്നത്തെ സന്ദേശം ദൈവത്തെ കാത്തിരിക്കുന്ന പ്രിയ മകളെ, പ്രിയ മകനെ, പ്രിയ കുടുംബമേ, നിനക്കുള്ളതാണ്. മനുഷ്യനെ കാത്തിരുന്നാൽ അതിൽ മുഷിപ്പുകൾ ഉണ്ടാകും. മനുഷ്യനെ കാത്തിരുന്നാൽ അതിലൊത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ ദൈവത്തെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ, അത് മുഷിപ്പുകളിലേക്കല്ല കൊണ്ടുപോകുന്നത്, അത് മടുപ്പിലേക്കല്ല കൊണ്ടുപോകുന്നത്. ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പ്, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറുവാൻ